ക്രീപ്പിങ്, ഔട്ട്ഡോർ, നല്ല സുഗന്ധം തരുന്ന ഫ്ലവർ, പിന്നെ വെരിഗേറ്റഡ് ലീഫ്, ഇതെല്ലാം കൂടി ചേരുന്നത് ഒരൊറ്റ പ്ലാന്റ്. ഇതെല്ലാം കൂടി ചേരുന്ന ഒറ്റ പ്ലാന്റ് ഏഷ്യാറ്റിക് ജാസ്മിൻ കേട്ടോ. മുല്ല വെറൈറ്റി ആണ്. നല്ല സൺലൈറ്റ് വേണം, നല്ല വാട്ടറിങ്ങും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെരിഗേറ്റഡ് ലീഫാണ്. വെരിഗേറ്റഡ് ലീഫാന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഇതാ ഗ്രീനും പിങ്കും, ഗ്രീനും വൈറ്റും, പിന്നാണ് റെഡ് ഗ്രീന് പല കളറിലുള്ള നല്ല ക്രീപ്പിംഗ്, അതോടൊപ്പം ഫ്ലവറും ഉണ്ടാകും. എത്രത്തോളം സൺലൈറ്റ് കിട്ടുന്നോ അത്രത്തോളം ഇതിന്റെ ലീഫ് എന്താകും, കളറായി വരും കേട്ടോ. എത്ര സൺലൈറ്റ് കിട്ടുന്നു. ഗ്രീൻ അത് വെറും നോർമൽ ഗ്രീൻ ഉണ്ട്. അതിന്റെ പുറമെ എന്തുണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാ കളറും കൂടിയിട്ട് ഒറ്റ പ്ലാന്റിൽ നമുക്ക് കിട്ടുകയാണ്. കുറെ ആൾക്കാർ എന്നോട് സംശയം ചോദിച്ചിരുന്നു, ഇത് ടെറേറിയത്തിൽ വെക്കാൻ പറ്റുമെന്ന്. ഇത് ടെറേറിയത്തിൽ വെക്കാൻ പറ്റും, പക്ഷേ ഇത് ഫ്ലവറിങ് ചെയ്യൂല. ടെറേറിയത്തിൽ വെച്ചാൽ ഫ്ലവറിങ് ചെയ്യൂല. പിന്നെ ലീഫിന്റെ കളർ ഇതേപോലെ ആവില്ല. കാരണം എന്താ വെച്ചാൽ സൺലൈറ്റ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞത് സൺലൈറ്റ് വേണം, നല്ല വാട്ടറിങ് വേണം. നല്ല സൺലൈറ്റും വേണം, നല്ല വാട്ടറിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ടുണ്ടാവും. പിന്നെ 100 റുപ്യയിൽ താഴെ ഉള്ളൂ, വെറും 100 റുപ്യയിൽ താഴെ ഉള്ളൂ ഒരു പ്ലാന്റിന്. 3 പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊറിയർ ചെയ്യാൻ പറ്റും.